സ്വഹീഹുൽ ബുഖാരി ദർസ് 62 കിതാബുൽ ഇൽമ് ദീനി വിജ്ഞാനം സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബ് ലിയുബല്ലിഗ് അൽ ഇൽമ അശ്ശാഹിദു അൽ ഗായിബ. ഖാലഹു ഇബ്നു അബ്ബാസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിയുബല്ലിഗ് എത്തിക്കട്ടെ, തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കാണ്. അൽ ഇൽമ ദീനി വിജ്ഞാനത്തെ, അശ്ശാഹിദു അൽ ഹാദിർ എന്നുള്ള അർത്ഥം, ഇവിടെ ഹാജറുള്ളവൻ, അൽ ഗായിബ ഇവിടെ ഹാജരില്ലാത്തവർക്ക്. ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് ദീനി വിജ്ഞാനം എത്തിച്ചു കൊടുക്കട്ടെ എന്ന നബിവചനം സംബന്ധിച്ച അധ്യായം എന്നർത്ഥം. എന്നാൽ തുടർന്ന് പറയാണ് ഖാലഹു, ഇത് പറഞ്ഞത്, അതായത് ഈ ലിബല്യവ് അൽ ഇൽമ അശ്ശാഹിദു അൽ ഗായിബ എന്ന നബിവചനം റിപ്പോർട്ട് ചെയ്തത് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് ഖാലഹു ഇബ്നു അബ്ബാസ് ആണ് ഇത് പറഞ്ഞത് റളിയല്ലാഹു അൻഹുമ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ആ ലഫ്ള് ഇൽമ എത്തിക്കുക എന്നൊരു ലഫ്ള് വിഷയത്തിലില്ല. ലിയുബല്ലിഗ് അശ്ശാഹിദു അൽ ഗായിബ എന്നാണ് നബി പറഞ്ഞത്, അല്ലാതെ ലിയുബല്ലിഗ് അൽ ഇൽമ അശ്ശാഹിദു അൽ ഗായിബ എന്നല്ല. പക്ഷേ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടെ അൽ ഇൽമ എന്നുകൂടെ ചേർത്ത് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്ന അർത്ഥത്തിലല്ല, അതിൻ്റെ ആശയാണ്. അതായത് ഇവിടെ ഇൽമാണല്ലോ എത്തിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദീനി വിജ്ഞാനാണല്ലോ, അതെത്തിക്കാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൽമു എന്നുള്ളത് അവിടെ അതിൻ്റെ ആശയം റിപ്പോർട്ട് ചെയ്തതാണ്. റിവായത്തും ബിൽ മാഅന എന്ന് പറയാം, ആശയം റിപ്പോർട്ട് ചെയ്യാം. ഇനി ഹദീസ് 104. حدثنا عبد الله بن يوسف قال حدثني الليث قال حدثني سعيد عن أبي شريح أنه قال لعمرو بن سعيد. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഷുറൈഹ് അൽ ഖുസാഇ എന്ന സ്വഹാബിയാണ്. അദ്ദേഹം പറയാണ് അന്നഹു ഖാല, നിശ്ചയം അദ്ദേഹം പറഞ്ഞു, അതായത് അബൂ ഷുറൈഹ് അൽ ഖുസാഇ എന്ന സഹാബി ലി അംർ ബിൻ സഈദ്, അംർ ബിൻ സഈദിനോട്. ആരാണ് അംർ ബിൻ സഈദ്? വഹുവ യബ്അസു അൽ ബുഊസ ഇലാ മക്കത്ത, അദ്ദേഹം മക്കയിലേക്ക് സൈന്യത്തെ അയക്കുകയായിരുന്നു, സൈന്യങ്ങളെ. എന്തിനാണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമുണ്ട്. യസീദ് ബിൻ മുആവിയ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖ സഹാബി അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാൻ, ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെട്ടു, മക്കയിൽ അഭയം തേടി. മക്കയിൽ ആവുമ്പോൾ അവിടെ ചെന്നിട്ട് വധിക്കുകയില്ലല്ലോ എന്നതായിരിക്കാം ആഇദുൽ ബൈത്ത് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു അതിന്റെ പേരിൽ. പക്ഷേ അംർ ബിൻ സഈദ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയച്ചു മക്കയിലേക്ക്. ആ സമയത്താണ് അബൂ ഷുറൈഹ് അൽ ഖുസാഇ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഈ ഹദീസ് പറയുന്നത്. ആരോട്? ഭരണാധികാരി അല്ലെങ്കിൽ സേനാനായകനായ അംർ ബിൻ സഈദ്, ഭരണാധികാരി, അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളാണ്, മദീനയിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഗവർണർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സേനാനായകനാകണം എന്നില്ല. അംർ ബിൻ സഈദ് ആര്? യസീദ് നിയമിച്ച ഭരണാധികാരി, പ്രവിശ്യ ഗവർണർ എന്നൊക്കെ പറയാം. അപ്പൊ അദ്ദേഹമാണ് പറയുന്നത്, ആര്? അബൂ ഷുറൈഹ് എന്ന സ്വഹാബിയാണ് പറയുന്നത്. ആരോട്? അംർ ബിൻ സഈദിനോട്. ഇദല്ലി അയ്യുഹൽ അമീർ, അല്ലയോ അമീർ, അങ്ങ് എനിക്ക് അനുവാദം നൽകൂ. ഒരു അനുനയ രൂപത്തിൽ സംസാരിക്കണം. കാരണം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ എതിരിൽ പടയെ അയക്കേണ്ട എന്നതിന്റെ സൂചനയായിട്ടാണ് ഇത് പറയുന്നത്. ഉഹദ്ദിസുക ഖൗലൻ ഖാമ ബിഹി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗദ മിൻ യൗമിൽ ഫത്ഹ്. ഫത്ഹ് മക്ക ദിവസം, അതിന്റെ പിറ്റേന്ന്, ഫത്ഹ് മക്ക ദിവസത്തിന്റെ പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നടത്തിയ ഒരു പ്രഖ്യാപനം, അമീറെ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. സ്വഹാബിയാണല്ലോ, ആര്? അബൂ ഷുറൈഹ് റളിയല്ലാഹു അൻഹു. അതേസമയം ഈ അംർ ബിൻ സഈദ് എന്ന് പറഞ്ഞാൽ ഒരു ധിക്കാരിയാണ്, യസീദിന്റെ പ്രവിശ്യ ഭരണാധികാരിയാണ്, മദീനയിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരു താബിഈ പോലും അല്ല. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിക്കുകയാണ്. എന്താണ് പറയുന്നത്? സമിഅതുഹു ഉദ്നായ, എൻ്റെ രണ്ട് ചെവികൾ അത് കേട്ടിട്ടുണ്ട്.
വഅഅഹു ഖൽബി, എൻ്റെ ഹൃദയം അത് ഹിഫ്ള് ചെയ്തിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. വഅബ്സറതുഹു ഐനായ വഅബ്സറതുഹു ഐനായ, എൻ്റെ രണ്ട് കണ്ണുകൾ അത് കണ്ടിട്ടുണ്ട്. ഹീന തകല്ലമ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച സമയത്ത്. അപ്പോൾ ഇവിടെ ഉസ്താദിൽ നിന്ന് ദീനീ വിജ്ഞാനം നേടുമ്പോൾ അതില് കണ്ണുകൊണ്ട് കണ്ട്, ചെവികൾ കൊണ്ട് നേരിട്ട് കേട്ട്, കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഇതിന്ന് മനസ്സിലാക്കാം. അതേപോലെ പഠനത്തിലും അധ്യാപനത്തിലും ഓഡിയോയുടെയും അതേപോലെ വിഷ്വലിൻ്റെയും ഇഫക്റ്റും അതിൻ്റെ ഗ്രാഹ്യത വർദ്ധിപ്പിക്കാൻ അത് ഉതകുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്ന് പറയണം. അപ്പോൾ അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു ധിക്കാരിയായ അംർ ഇബ്നു സഈദ് എന്ന ഭരണാധികാരിക്ക് ഉപദേശിച്ചു കൊടുക്കാണ്, പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഹമിദല്ലാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിച്ചു. വാസന അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്തു, മഹത്വത്തെ പ്രകീർത്തിച്ചു. അപ്പോൾ ഒരു ഖുതുബ, ഒരു നസീഹത്തിന്റെ മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുക, അവനെ സനാ ചെയ്യുക എന്നുള്ളത് ഷറാക്കപ്പെട്ടതാണ്. തുമ്മക്കാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മക്കത്ത ഹറമഹ അല്ലാഹു, നിശ്ചയം മക്കയെ അള്ളാഹു ആണ് പവിത്രമാക്കിയത്, അവിടെ യുദ്ധം നിഷിദ്ധമാക്കിയത് അള്ളാഹു ആണ്. വലം യുഹർരിംഹ അന്നാസ്, അത് ജനങ്ങൾ അല്ല നിരോധിച്ചത്, ജനങ്ങളല്ല മക്കയെ ഹറം പ്രദേശമാക്കിയത്, അല്ലെങ്കിൽ പിന്നെ യുദ്ധം നിഷിദ്ധമാക്കിയ അല്ലെങ്കിൽ പവിത്രമായ സ്ഥലമാക്കിയത്. ഫലാ യഹില്ലു ലിംറിഇൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അപ്പോൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും, യൗമുൽ ആഖിർ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾക്കും തന്നെ, ഒരു സത്യവിശ്വാസിക്കും തന്നെ അനുവദനീയമാവുകയില്ല ബിഹാ, ആ മക്കയിൽ ചിന്തൽ ദമൻ, രക്തത്തെ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് വധിക്കുക, കൊലപാതകം നടത്തി യുദ്ധം നടത്തുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. ബിഹാ ഷജറത്തൻ, ഒരു മരത്തെയും അവിടെ വെട്ടിമുറിക്കരുത് എന്നതും, വെട്ടിമുറിക്കാൻ പാടില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആരെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കിയാൽ ഫഖൂലു, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു അദിന ലി റസൂലിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുമതി നൽകി. വലം യഅ്ദൻ ലക്കും, നിങ്ങൾക്ക് അനുമതി അവൻ നൽകിയിട്ടില്ല. വ ഇന്നമാ അദിന ലി, ഇനി എനിക്ക്, അതായത് അല്ലാഹു എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് അനുമതി നൽകിയത് തന്നെ ഇങ്ങനെ മാത്രമാണ്. ഫിഹാ, അതിൽ സാഅതം മിൻ നഹാരിൻ, ഒരു പകലിന്റെ കുറച്ച് സമയം മാത്രം യുദ്ധം ചെയ്യാൻ അനുമതി നൽകി. സുമ്മ ആദത്തു ഹുർമത്തുഹ, പിന്നെ ആ മക്കയുടെ പവിത്രത അള്ളാഹു, അവിടെ യുദ്ധം നിഷിദ്ധമാകുക എന്നുള്ളത് അത് അള്ളാഹു മടക്കി കൊണ്ടുവന്നു ആ വിധിയെ, അല്യൗമ, ഇന്ന ദിവസം, കഹുർമത്തിഹാ ബിൽ അംസി, അത് ഇന്ന ദിവസം അതിന്റെ പവിത്രത ഇന്നലത്തെ പോലെ പവിത്രമാണ്. ഇവിടെ ഹാജറുള്ള ഷാഹിദായ ആള്, ഇവിടെ വായിബായ, ഇവിടെ ഇല്ലാത്ത ആൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതി നൽകിയത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ യുദ്ധം ചെയ്യാൻ അല്പസമയം അനുമതി കൊടുത്തു, അതെന്തിനാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വന്തം നാട് വിട്ടിട്ട് ശത്രുക്കളുടെ അക്രമം സഹിക്കവയ്യാതെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഹിജ്റ പോയി. അങ്ങനെ മദീനയിൽ നല്ലൊരു ഇസ്ലാമിക സംവിധാനം നിലവിൽ വന്നു, മുസ്ലിങ്ങൾക്ക്, മുസ്ലിം ഉമ്മത്തിന് ശക്തി ഉണ്ടായി. പിന്നീട് മക്ക ജയിച്ചടക്കാൻ വരികയാണ്, ഫത്ഹ് മക്ക, അതൊക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. ആ ദിവസമാണ് ഫത്ഹ് മക്ക ദിവസം, മക്ക വിജയ ദിവസം. അന്ന് വലിയ രക്തച്ചൊരിച്ചിലൊന്നുമില്ലാതെ മക്കയെ കീഴ്പ്പെടുത്താൻ പറ്റി. ആ സമയത്ത് സൂര്യോദയം മുതൽ അസ്ർ വരെ കുറഞ്ഞ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു യുദ്ധത്തിന് അനുമതി നൽകി മക്കയിൽ. എന്നാൽ അപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് എങ്ങനെയാണ്? എന്താണ്? ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരാത്തവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്, അവരെ കൊല്ലരുത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകുകയും ചെയ്തു. അതാണ് ഈ അല്പസമയം എന്ന് പറഞ്ഞത്. ഇനി ഇത് അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ധിക്കാരിയായ അംർ ഇബ്നു സഈദ് എന്ന ഭരണാധികാരിയോട് പറഞ്ഞപ്പോ അതേ സംബന്ധിച്ച് മറ്റുള്ളവർ ചോദിക്കാണ്, കാല അല്ല ഈ ഫഖീൽ അലി അബി ശുറൈഹ്,
അബൂ ഷുറൈഹ് എന്ന സഹാബിയോട് ചോദിക്കപ്പെട്ടു. ആളുകൾ ചോദിച്ചു, മാ കാല അംർ, എന്നിട്ട് അംർ എന്താന്ന് പറഞ്ഞത്? കാല, അദ്ദേഹം പറയുന്നത്, അന അഅലമു മിൻക യാ അബാ ഷുറൈഹ്. ഈ അംർ ബിൻ സഈദ് എന്താ പറഞ്ഞ അറിയോ? ഓ അബൂ ഷുറൈഹ്, ഞാൻ നിങ്ങളെക്കാളും അറിവുള്ള ആളാണ്, ഇത് എനിക്കറിയാം. ആരോടാ പറയുന്നത്? സ്വഹാബിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ട, അവിടുത്തെ നേരിട്ട് കണ്ട സഹാബിയോട് പറയാണ് അബൂ ഷുറൈഹ്, ഞാൻ നിങ്ങളെക്കാളും അറിവുള്ള ആളാണ്, എനിക്കിതൊക്കെ അറിയാം. എന്നാ മക്ക ആർക്കും എന്തില്ല, ഒരു ധിക്കാരിക്ക് അഭയം നൽകില്ല. വലാ ഫാറം ബിദമിൻ, രക്തം കൊണ്ടോടി എന്ന് പറഞ്ഞാല് ഒരാളെ കൊന്നിട്ട് അഭയം എന്നുള്ള മക്കയിലേക്ക് ഓടിയാൽ അയാൾക്കും മക്ക അഭയം നൽകില്ല. വലാ ഫാറൻ ബി ഹർബത്തിൻ, ഒരു ക്രൈം ചെയ്തിട്ട്, ഒരു കുറ്റം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫസാദ് ഉണ്ടാക്കിയിട്ട് ഓടി മക്കയിലേക്ക് രക്ഷപ്പെട്ട ആൾക്കും മക്ക അഭയം നൽകില്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞത് പ്രത്യക്ഷത്തിൽ ശരിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അഷ്ദഖ് എന്ന് പേരിട്ടു. ആ പേരിനോട് യോജിക്കുന്ന വിധത്തിലാണ് ഇയാളുടെ സ്വഭാവം. അഷ്ദഖ് എന്ന് പറഞ്ഞത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യക്ഷത്തിൽ സത്യമായൊരു കാര്യം അതിനെ ബാത്തിലുമായി കൂട്ടിക്കലർത്തി പറയാം. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ വധിക്കാൻ, അദ്ദേഹത്തിനെതിരെ സേനയെ അയക്കാൻ, അതിന് ന്യായീകരണമായിട്ട് പറയാണ് എന്ത്? ഒരു കൊലപാതകി ഓടി രക്ഷപ്പെടുന്ന മക്കയിലേക്ക്, അല്ലെങ്കിൽ ഒരു കുറ്റവാളി, അയാൾക്ക് അഭയം നൽകൂല മക്കാം. ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു കൊലക്കുറ്റമോ അല്ലെങ്കിൽ ഒരു മോഷണമോ അങ്ങനെയുള്ള കാര്യമോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.